വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 26 1 മുതൽ 3 വരെയുള്ള സൂക്തങ്ങളുടെ അർത്ഥവും വിശദീകരണവും. ഇത് സുവ്യക്തമായ വേദഗ്രന്ഥത്തിലെ സൂക്തങ്ങളാണ്. ജനങ്ങൾ വിശ്വാസികളാകാത്തതിൻ്റെ പേരിൽ താങ്കൾ സ്വജീവിതം തന്നെ ഹനിച്ചേക്കുമോ? ഈ അധ്യായം തുടങ്ങുന്നത് 3 അക്ഷരങ്ങൾ കൊണ്ടാണ്. 3 അക്ഷരങ്ങളുടെ ഉദ്ദേശം ദൈവത്തിൻ്റെ 3 സവിശേഷ സ്വഭാവങ്ങളെ കുറിക്കുന്നുവെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന് സർവശക്തൻ, മറ്റൊന്ന് പരിശുദ്ധൻ, മറ്റൊന്ന് ആധിപത്യത്തിനുടയവൻ. അതല്ല, ഖുർആൻ്റെ മറ്റൊരു നാമമാണ് ആ 3 അക്ഷരങ്ങൾ താസീം മീം എന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. പ്രവാചകനിലൂടെ അവതരിപ്പിച്ച ഈ വേദം ദൈവിക വചനങ്ങളാണ്, ദൈവിക സന്ദേശങ്ങളാണ്. ദൈവത്തിൻ്റെ സുവ്യക്തമായ സൂക്തങ്ങളാണ് ഈ ഖുർആനിലുള്ളത്. തുറന്ന മനസ്സോടെ ഇത് വായിക്കുന്ന ഏതൊരാൾക്കും ഇത് തികച്ചും ദൈവികമാണെന്നും സത്യമാണെന്നും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദുഷ്ടലാക്കോടുകൂടി ചിന്തിക്കുന്നവരും വക്രബുദ്ധികളും ഇതിനെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യും. തുടർന്നുള്ള സൂത്രത്തിൽ പ്രവാചകനോട് പറയുകയാണ്, ഈ ദൈവിക സന്ദേശത്തിൽ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് കരുതി താങ്കൾ അവരുടെ പിന്നാലെ നടന്ന് താങ്കളുടെ ജീവൻ കളയേണ്ടതില്ല. ജനങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം മാത്രമേ താങ്കൾക്കുള്ളൂ. ഖുർആനിൽ പറയുന്നുണ്ട്, അവർ പിന്തിരിഞ്ഞു പോകുന്നെങ്കിൽ പോയിക്കൊള്ളട്ടെ, ഈ സന്ദേശം എത്തിച്ചു കൊടുക്കലാണ് താങ്കളുടെ ചുമതല. അപ്പോൾ ആളുകൾ ഈ ദൈവീക സന്ദേശം തള്ളിക്കളയുന്നതിന് പ്രവാചകൻ ഒരിക്കലും ഉത്തരവാദിയല്ല. അതുപോലെ തന്നെ പ്രവാചകന് ശേഷം ഈ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്ന പ്രബോധകരും ഉത്തരവാദികളാവില്ല. ജനങ്ങൾ ഈ സന്ദേശം തള്ളിക്കളയുകയാണെങ്കിൽ അത് അവർക്ക് തന്നെയാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ ഉണ്ടാകുക എന്നർത്ഥം. വിശ്വാസകാര്യങ്ങളിൽ ഒരാളെയും നിർബന്ധിക്കാൻ പാടില്ല എന്നാണ് ദൈവിക കൽപ്പന. ഖുർആനിൽ പറയുന്നുണ്ട്, ദീനിൻ്റെ മതത്തിൻ്റെ കാര്യത്തിൽ നിർബന്ധം പാടില്ല. പ്രവാചകനോട് ഒരു ഉദ്ബോധനം എന്ന നിലക്ക് ഖുർആനിൽ 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിന്റെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും ഇതിലൊക്കെ വിശ്വസിക്കുമായിരുന്നു. അവൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നിരിക്കെ വിശ്വസിക്കാൻ ആളുകളെ നീ നിർബന്ധിക്കുകയാണോ? അപ്പോൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്നതാണ് ഒരു പ്രവാചകൻ്റെ ഉത്തരവാദിത്വം. വേറൊരു ഖുർആൻ പറയുന്നുണ്ട്, ജനങ്ങളെ നീ ഉത്ബോധിപ്പിക്കുക, ഒരു പ്രബോധകൻ മാത്രമാണ് താങ്കൾ, അവരെ കീഴടക്കുന്ന അധിപതിയല്ല. ചില മതക്കാർ അവരുടെ മതങ്ങളിൽ വിശ്വസിക്കാൻ വേണ്ടി കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് പോലും നിർബന്ധിക്കാറുണ്ട് ആളുകളെ. നേരെ മറിച്ച് ഇസ്ലാം സ്വീകരിക്കാൻ ഒരാളെയും നിർബന്ധിക്കാൻ പാടില്ല എന്നാണ് കൽപ്പന. കാരണം ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് പൂർണ്ണ സ്വതന്ത്രരായിട്ടാണ്, സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. ആ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല.